നമുക്ക് വി എക്സ് വേരിയന്റ് ആണ്. നമുക്ക് എൽ എക്സ് വേരിയന്റ് തൊട്ട് 13,50,000 ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. വി എക്സ് വരുന്നത് 14,46,000 അടുത്തായിരുന്നു വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് എൻഡ് ഇസറക്സ് പ്ലസ് ഓപ്ഷൻ എല്ലാം വരുമ്പോഴത്തേക്കും നമുക്ക് 19 ലക്ഷത്തി സംതിങ് ഓൺ റോഡ് വരും. മാരുതിയുടെ തന്നെ ഏറ്റവും നമുക്ക് ഇതുവരെയുള്ള ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള ഒരു വണ്ടിയാണ് സെലേറിയോ. സെലേറിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറൌണ്ട് ഒരു 24 പോയിന്റ് സംതിങ് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടി ഇതാണ്. അപ്പോൾ സെലേറിക്ക് നമുക്ക് ഈ ഡിസംബറിന്റെ ഓഫർ, ഇയർലിംഗ് ഓഫർ ആയിട്ട് ഒരു 35,000 അടുത്ത് സംതിങ് നമുക്ക് ഓഫർ കിട്ടിയിട്ടുണ്ട് സെലേറിയുടെ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഏറ്റവും ഡിസൈൻ ഇപ്പം റെഡും ബ്ലാക്കും കൂടെ ഉള്ള ഒരു 12 ടോൺ അലോയ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഇത് തന്നെ വണ്ടിയുടെ ഒരു ശരിക്കും ഒരു അട്രാക്റ്റീവ് ലുക്കാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന്റെ സെഗ്മെന്റിൽ ഏറ്റവും നമുക്ക് ഒരു പ്രീമിയം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാഷ് ബാഗ് വെഹിക്കിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് സെലേറിയോ. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ തന്നെ മൈലേജ് നമുക്ക് നോക്കാം, അറൌണ്ട് 24 പോയിന്റ് സംതിങ് നമുക്ക് ഇതിന്റെ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇസ്റക്സ് ഇത് ഈ വേരിയന്റ് പറഞ്ഞാൽ ഇസ്റക്സ് പ്ലസ് വേരിയന്റ് ആണ് നടക്കുന്നത്. ഇതിൽ നമുക്ക് അലോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു നമുക്കൊരു LED ടെയിൽ ലാമ്പാണ് വരുന്നത്. ഫോഗ് ലാമ്പ് നമുക്ക് ഈ വണ്ടിക്ക് അത് വരുന്നുണ്ട്. അപ്പോ ഫ്രണ്ട് നമുക്ക് ബാക്കും വൈപ്പറും വാഷറും ഒക്കെ വരുന്നുണ്ട് ഇസ്റക്സ് ടോപ്പ് എൻഡിന്റെ അതില്. അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ സെക്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് സെലറിയുടെ ഓട്ടോമാറ്റിക് വെർഷൻ ആണ് വരുന്നത്. ഇതിന്റെ കീ എന്ന് പറയുമ്പോൾ നമുക്ക് സെൻട്രൽ ലോക്കിംഗ് വരുന്ന കീ ആണ്, റിമോട്ട് സെൻസിങ് ആണ് ഇതിന്റെ അതിൽ വരുന്നത്. നമുക്ക് ഇതിന്റെ 2 കീ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രീമിയം വെഹിക്കിളായ SUV മോഡൽസിനൊക്കെ ഉള്ള ഒരു കീ തന്നെയാണ് നമുക്ക് ഈ ടോപ്പ് എൻഡിൽ നമ്മുടെ സെലേറിക്ക് അത് കിട്ടുന്നത്. ഇപ്പൊ ഇത് ഈ സെക്ഷൻ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക്കിന്റെ ഗിയർ നോബ് വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ഗിയർ നോബും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത് സെലേറിക്കകത്ത്. അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ സെക്ഷൻ വരുമ്പോൾ നമുക്കൊരു 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പവർ വിൻഡോ വരുമ്പോൾ ഫ്രണ്ടിൽ 2 പവർ വിൻഡോ, ബാക്കിലും 2 പവർ വിൻഡോ. ബാക്കിൽ നമുക്ക് റൂഫിൽ ഒരു പവർ വിൻഡോയുടെ സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് AC കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നമുക്കൊരു ലെഗ് സ്പേസ് കിട്ടുന്ന നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് നമുക്ക് ഇതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ സ്റ്റിയറിംഗ് സെക്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഓൺ ബോർഡ് വോയിസ് ഇതിലും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള AC കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് സെലേറിയോ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും നമുക്ക് വരുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് നമുക്ക് സെലേറിയോക്കകത്ത് കിട്ടുന്നത്. മോഡൽ വേരിയൻസിന് വരുന്നത് LX വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് ഇസ്റക്സ് പ്ലസ് വരെ വരുന്നത് 5,48,000 തൊട്ട് 7,38,000 രൂപ വരെയാണ് ഏകദേശം ടോപ്പ് എൻഡ് വരെയുള്ള റേഞ്ചിൽ നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഡിസംബർ മാസം നമുക്ക് ഒരു ലേറ്റസ്റ്റ് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റും പുതിയ മോഡലാണ് ഇത് വരുന്നത്. സ്വിഫ്റ്റിന്റെ പുതിയ ഫേസ് ലിഫ്റ്റ് മോഡലാണ് നമുക്ക് ഇത് ഇറങ്ങിയിരിക്കുന്നത്. ഈ സ്വിഫ്റ്റ് നമുക്കിപ്പോൾ ഓഫർ ഡിസംബറിന്റെ ഓഫറും കാര്യങ്ങളും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് നമുക്ക് 20,000 വരെ നമുക്ക് ഓഫർ, എക്സ്ചേഞ്ച് ബോണസ് 50,000 വരെ നമുക്ക് ഈ വണ്ടിക്ക് ഓഫറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഡിസൈൻ ബാക്കിലത്തെ ഒരു സ്പോർട്ടി ലുക്കാണ് നമുക്ക് ഈ സ്വിഫ്റ്റിന്റെ ഒരു മോഡലിൽ വരുന്ന സ്പോർട്ടി ലുക്ക്. ഇന്ത്യയിലായാലും ഇപ്പോൾ ഇത് വേരിയന്റ് വരുന്നത് LX വേരിയന്റ് ആണ് നമുക്ക് ഈ കിടക്കുന്നത്. LX വേരിയന്റ് ബേസ് വേരിയന്റ് തൊട്ട് ഈ ഫ്രണ്ടിലുള്ള അട്രാക്റ്റീവ് ഗില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഹാലജൻ ഹെഡ് ലാമ്പാണ്. ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പ് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനും കാര്യങ്ങളാണ് നമുക്ക് ഈ ഹെഡ് ലാമ്പിൽ കിട്ടുന്നത്. പിന്നെ ഇന്റീരിയർ സെക്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വണ്ടിയുടെ ഒരു ഇന്റീരിയർ സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇന്റീരിയർ സെക്ഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്വിഫ്റ്റിന്റെ ഇന്റീരിയർ സെക്ഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ഓൺബോർഡ് വോയിസ് അസിസ്റ്റന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിന്റെ അതിൽ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ഇപ്പം ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ സ്വിഫ്റ്റിന്റെ അതിൽ വരുന്നുണ്ട്. പിന്നെ 7 ഇഞ്ച് ഒരു ടച്ച് സ്ക്രീൻ ആണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് AC വെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഇതിന്റെ ക്ലസ്റ്ററിൽ തന്നെ നമുക്ക് കിലോമീറ്ററും കാര്യങ്ങളും റേഞ്ചും ഒക്കെ അറിയാൻ പറ്റും. പിന്നെ ഇത് ഓട്ടോമാറ്റിക് വെർഷൻ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കിന്റെ ഒരു ഗിയർ നോബ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. മാനുവൽ, ന്യൂട്രൽ, റിവേഴ്സ് ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ഡ്രൈവ് മോഡ്. അപ്പോൾ ഇതിന്റെ അറൌണ്ട് നമുക്ക് ഇതിലും VX വേരിയന്റ് അതിന് തന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സ്വിഫ്റ്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6,96,000 തൊട്ട് 10,50,000 രൂപ വരെയാണ് ടോപ്പ് എൻഡിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഡിസംബർ പ്രമാണിച്ച് ഇപ്പൊ ഓഫർ, ലേറ്റസ്റ്റ് ഓഫർ വന്നേക്കുന്നത് പറഞ്ഞാൽ 20,000 രൂപ വരെ ഓഫർ സ്വിഫ്റ്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ഒരു 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസും നമുക്ക് സ്വിഫ്റ്റിന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ന്യൂ ബിഗ് വാഗണാർ ആണ് ഈ ഒരു മോഡല്. നമുക്ക് ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. ഇസ്റക്സ് പ്ലസ് മോഡലാണ്. ഇസ്റക്സ് പ്ലസ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രണ്ടിൽ നമുക്കൊരു ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, അലോയ് വരുന്നത്. ഇത് നമ്മൾ ആക്സറൈസ് ചെയ്തിട്ടേക്കുന്ന ഒരു മോഡലാണ്.
ഇത് ആക്സറൈസ് ചെയ്ത് ഫുൾ ഓപ്ഷൻ ആക്സറൈസ് ചെയ്തിട്ടൊരു വണ്ടിയാണ്. ബിഗ് വാണാർ എന്ന് പറയും. ഇത് ഡുവൽ ടോൺ കളറാണ്, വാണാറിന്റെ ഡുവൽ ടോൺ കളറാണ്. നമുക്ക് ഈ സൈഡില് വീൽ ആർച്ചും കാര്യങ്ങളും സ്കേർട്ടും കാര്യങ്ങളും ഒക്കെ വണ്ടിക്ക് അത് ചെയ്തിട്ടുണ്ട്. വണ്ടി പിന്നെ റെയിൻ ഗാർഡ്, സ്കേർട്ട് കാര്യങ്ങൾ, സീറ്റ് ഓവർ എല്ലാം ചെയ്ത് ഇട്ടേക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ലുക്കും കാര്യങ്ങളും വണ്ടിക്ക്, ഇത് ടോപ്പിന്റെ വണ്ടിക്ക് ടോപ്പിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഹെഡ് ലാമ്പും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഫോഗ് ലാമ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇല്ലാതെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ വരുമ്പോഴത്തേക്ക് വാഗണാർ ന്യൂ സൈസ് നമ്മളിപ്പോ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് ആക്സറീസ് ആയിട്ട്. അഡീഷണൽ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വാലറ്റ് എന്ന് പറഞ്ഞ കോംബോ കിറ്റ് ആണ് വരുന്നത് ആക്സറീസിൽ. അപ്പൊ ആ കിറ്റിന്റെ അതിലുള്ള ഒരു ഡിസൈൻ ആണ്, വുഡൻ ഫിനിഷിന്റെ ഒരു ഡിസൈൻ ആണ് നമുക്ക് ഈ കാണുന്നത്. ഈ സൈഡിലും നമുക്ക് ഡോർ സൈഡിലും വരുന്നുണ്ട്, നമുക്ക് ഈ ഗിയർനോമിന്റെ സൈഡിലും വരുന്നുണ്ട്. അപ്പോ വാഗണാർ ലേറ്റസ്റ്റ് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആക്സറൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു വാലറ്റിന്റെ അതിലെ കിറ്റിന്റെ അത് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇതിലും ടോപ്പ് എൻഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൺ ബോർഡ് വോയിസ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഇതിന്റെ അതിൽ തന്നെ കോൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിന്റെ അതിൽ മീറ്റർ. അപ്പൊ ഇതിന്റെ മൈലേജ് എന്ന് പറയുമ്പോൾ ഒരു അറൌണ്ട് 24 സംതിങ് മൈലേജ് കിട്ടും. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ തൊട്ട്, അതായത് വാഗണാർ ഇറങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെയും ഒരു സെയിലുള്ള ഒരു വണ്ടിയാണ്. ഇതുവരെ മന്ത്ലി തന്നെ നമുക്ക് അറൌണ്ട് ഒരു 30 to 40 വാഗണാർ അറൌണ്ട് സെയിൽ ആകാറുണ്ട്. അതുപോലെ ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ് ഇത്. അപ്പൊ അതില് ഡിസംബർ പ്രമാണിച്ച് ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. ഓക്കെ, ഉറപ്പായിട്ടും. പിന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ അവാർഡ് നമ്മുടെ വിക്ടോറിയസിന് കിട്ടിയിട്ടുണ്ട്, ഐക്കോട്ടി എന്ന് പറയും. അപ്പോ അത് നമുക്കൊരു വലിയൊരു കാരണം വേറെ ഒരു ഇപ്പോ പ്രീമിയം കാർ ആണെങ്കിൽ പോലും നമുക്ക് ഇന്ത്യൻ കാർ ഓഫ് ദി അവാർഡ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല. വന്നത് നമ്മുടെ വിക്ടോറിയസ് ആണ്. ഇതിന് 5 സ്റ്റാർ റേറ്റിംഗും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്ലോബലി എൻക്യാപ്പ് ഭാരതിലും കിട്ടിയിട്ടുണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ് വിക്ടോറിയസ്. പിന്നെ നല്ല സെയിൽ, നമുക്ക് അറൌണ്ട് ഏകദേശം ഇപ്പൊ തന്നെ ഒരു 100 വണ്ടി ഓൾമോസ്റ്റ് സെയിൽ ആയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് SUV മോഡലാണ് ഈ വിക്ടോറിയസ് വരുന്നത്. സോ എല്ലാവരും നമുക്ക് ഈ വിക്ടോറിയസ് എൻക്വയറി മാക്സിമം, കാരണം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. സോ നല്ലൊരു പ്രീമിയം വെഹിക്കിൾ ആണ്, SUV മോഡലാണ്. അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യുക. ലൊക്കേഷൻ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ മാരുതി നമ്മുടെ SH മോണിന്റെ അടുത്തുള്ള ഷോറൂമാണ്, കോട്ടയം ജില്ലയിൽ. തീർച്ചയായിട്ടും ഈ നമ്പർ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കും. ഉറപ്പായിട്ടും ഓക്കെ, ഉറപ്പായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും.